ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിലായി മനോഹരമായൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കളമശ്ശേരിയിലേക്ക് 6 കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ ദൂരവും കളക്ട്രേറ്റിലേക്ക് 8 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടങ്ങളിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണിത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഈ വീട് വരുന്നത് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് ഫ്രണ്ടേജായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ഗേറ്റ് വീടിന് അവൈലബിൾ ആണ്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു മുറ്റമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കടുപ്പാക്കല്ലുകൾ നൽകിയിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഒരേ സമയത്തിന് 3 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വാസ്തു നിയമപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. മനോഹരമായൊരു മുറ്റം, അതിൻ്റെ സൈഡ് വശങ്ങളിൽ പ്ലാന്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. നല്ല നീളത്തിലുള്ളൊരു മുറ്റമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു ബോക്സി മോഡൽ പ്ലസ് ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ എവിടെയൊക്കെയായി ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 4-5 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ലഭിക്കുന്നുണ്ട്. നേരെ കയറി ചെല്ലുന്നത് മുൻവശത്തെ ഡോറിലേക്കാണ്. വലിയൊരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു പാളിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം ആഞ്ഞിലി മഹാഗണി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി വലിയൊരു TV യൂണിറ്റ് നൽകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോകാം. ഡൈനിങ് ഏരിയയും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. എനിക്ക് ഒരു 12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്ടിഫൈ ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒതുങ്ങിയ രീതിയിൽ ഒരു സൈഡിലോട്ട് ചേർന്നാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. അതിൻ്റെ സൈഡ് വശങ്ങളിലായി കട്ട്ലറി, ക്രോക്കറികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. ജാഗോർ ബ്രാൻഡ് സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് പോകാം. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കൗണ്ടറെല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പിനായി ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റും ചെയ്തിട്ടുണ്ട്. കിഴക്കോട്ടാണ് കേട്ടോ ഈ കിച്ചൻ്റെ ഒരു ബേർണർ വയ്ക്കുന്ന ദിക്ക് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. വർക്ക് ഏരിയയിലും നമുക്ക് ഭംഗിയായി തന്നെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സെക്യൂർഡായി സൈഡ് വശങ്ങളെല്ലാം കവേർഡ് ചെയ്ത് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും വാഷ് ബേസിനെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി കിണർ നൽകിയിരിക്കുന്നു. വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന കിണറുകളും മാത്രമല്ല KW കണക്ഷനും അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്.
അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ വാർഡ്രോബ്സ് നിർമ്മിച്ചിരിക്കുന്നത്. മൾട്ടിവുഡ് മെറ്റീരിയൽസ് ആണ് ഈ വാർഡ്രോബിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ബാത്റൂം ഡോറിനായി ഫൈബർ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വാൾ ടൈൽസുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി വുഡും സ്ക്വയർ ട്യൂബുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. വാളുകളിൽ പർഗോളകൾ നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ലഭിക്കുന്നത്. ഒരു TV യൂണിറ്റ്, ഒരു സ്റ്റഡി ടേബിൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്കൊന്ന് പോകാം. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല നീളത്തിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിൽ ഒരു കോർണറിലായി ഇവിടുത്തെ വാർഡ്രോബ് സൗകര്യം നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വാർഡ്രോബ് എല്ലാം മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡ് സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഈ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഫൈബർ മെറ്റീരിയൽസിൽ ഡോറും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് 12x14 എന്ന അളവിലാണ്. നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്കൊന്ന് പോകാം. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ LED ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10x14 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള സ്പേഷ്യസ് ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷിലുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. സെറ ബ്രാൻഡ് തന്നെയാണ് ഇവിടെയും ചൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയും അവൈലബിൾ ആണ്. 4.25 സെൻറ് ഒറിജിനൽ ലാൻഡിലാണ് ഇപ്പോൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ലൊക്കേഷൻ, ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന, കാക്കനാട് സൈഡാണെങ്കിലും ഇൻഫോ പാർക്ക് ഏരിയ ആണെങ്കിലും, മാത്രമല്ല ആലുവ സൈഡാണെങ്കിലും കളമശ്ശേരി എടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.